അപ്പം ഈ കാണുന്നതാണ് ജമലാബാദ് ഫോർട്ട്. ഈ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ ഗഡായിക്കൽ എന്ന് പറയും. അപ്പോൾ ഇതൊരു പഴയ ഒരു പാലമാണ്. പുതിയ പാലം അപ്പുറം ഉണ്ടെങ്കിലും ഈ പാലം ഇപ്പോഴും സ്ഥിതി ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം നമ്മുടെ ജമലാബാദ് ഫോർട്ട് ഈ ഒരു വാതിലിന്റെ ബാക്കിൽ കാണുന്നില്ലേ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ആദ്യത്തെ ഒരു വാതിലാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു കോട്ടയുടെ ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് ആണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററും കൂടി ഉണ്ട് ആ ഒരു ട്രക്കിംഗ് പോയിന്റിലോട്ട്. ആ ഒരു ഫോറസ്റ്റ് ഒരു സംഭവങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അത്യാവശ്യം നല്ല ഒരു ഫ്രെയിമാണ് നമുക്ക് ആദ്യം നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ബസ്സിലോടൊക്കെ വരാൻ നേരത്ത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ആദ്യം എൻ്റർ ചെയ്ത് പോകുന്നത്. അപ്പം വലിയൊരു വാതിലാണ്. ഇപ്പോഴും എന്താ പറയുക, ഒരു കേടുപാടുകളില്ലാതെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ആ ഒരു ട്രക്കിംഗ് പോയിന്റ് തുടങ്ങുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രക്ക് ഇങ്ങനെ ആരംഭിച്ച് അങ്ങനെ കയറി അങ്ങനെ പോകും. ഏകദേശം 1800 സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അവിടെ ഫോറസ്റ്റുകാരൻ്റെ ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വണ്ടിയുടെ താക്കോലെടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇരിക്കുന്ന കാണാം. അതായത് മുകളിൽ കൊണ്ടുപോയിട്ട് ഇവിടെ തിരിച്ചിടുന്നതാണ്. ഇവിടുന്ന് ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരു കട മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു എൻട്രൻസ് ഇതാണ്, ഇവിടെ ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഗേറ്റ് ഇവിടെ കാണാം. അവിടെ ആയിട്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അവിടെ ഫോറസ്റ്റുകാരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് ഇപ്പം ഞാൻ കളക്ട് ചെയ്തത്. പിന്നെ ഇവിടെ ഷെൽട്ടർ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ചില സമയത്ത് ഇവിടെയൊക്കെ ആ ചേട്ടന്മാരുണ്ടാകും. ഇവിടെ എന്താ പറയുക, അതിൻ്റെ ഡെവലപ്പ് ചെയ്യേണ്ടതുള്ള കൺസ്ട്രക്ഷൻ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം കുറച്ച് നമുക്ക് ഇതുപോലെയുള്ള സിമെൻറ്റ്, അതായത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ കാണാം. അപ്പോൾ നമ്മൾ കുതിരമുക്കം നാഷണൽ പാർക്കിൻ്റെ അവരൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇക്കോ ടൂറിസം എന്നുള്ള ഇതിലായിരിക്കും ഈ ഒരു ഗഡായിക്കൽ നമ്മൾ ബുക്ക് ചെയ്ത് വരണം ആ സ്ലോട്ടൊക്കെ. നമ്മൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം. അവരുടെ ഒരു സ്കാനർ ഉണ്ടാവും. സ്കാനർ എൻട്രി ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഒരാൾക്ക് 50 റുപ്പീസാണ് ചാർജ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ആ ഒരു ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വരാം. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ ഒരു ഡേറ്റൊക്കെ മിസ്സാവുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം. പക്ഷേ വീക്കെൻഡിൽ കുറച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം നല്ല തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ ഒരു ചേട്ടൻ, അതായത് ഫോറസ്റ്റുകാരുടെ ആ ഒരു ഗാർഡ് അവിടെ ആയിട്ടുള്ളത്. അവിടെ നമ്മൾ ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തു. ഇപ്പോൾ മുകളിലോട്ട് കയറുവാണ്. ഏകദേശം 1800+ സ്റ്റെപ്പുണ്ട്. പക്ഷേ ഓരോ സ്റ്റെപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടോയ്ലറ്റൊക്കെ ഉണ്ട്, ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തോളം അടുത്തായിട്ട് ഇത് ക്ലോസ്ഡ് ആണ്. അങ്ങനെ അപ്പോൾ ഇത് കുതിരമുക്കം നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തിലൂടെ എന്താ പറയുക ചേർന്നിട്ടുള്ള പ്രദേശമാണ്. കുതിരമുക്കം നാഷണൽ പാർക്ക് തന്നെയാണ്. ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പഴയതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു 10 പേര് വരുന്ന ഒരു ഗ്രൂപ്പ് മുകളിലോട്ട് കയറി പോയിട്ടേ ഉള്ളൂ. അപ്പം സിംഗിളായിട്ട് ഒരാൾ മാത്രം അവിടെ മുകളിൽ നടന്നു പോകുന്നത് കാണാം. ഈ ഒരു ഭാഗം രാവിലെ 8 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. വൈകുന്നേരം 3 മണിക്ക് ക്ലോസ് ചെയ്യും ട്രക്കിങ്ങിൻ്റെ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പം നമ്മളിപ്പം 10 മണി കഴിഞ്ഞു, 10:30 കഴിഞ്ഞു ഇപ്പം നമ്മൾ കയറുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ ട്രക്കിംഗ് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഒരു കല്ല് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1800 എബോവ് സീ ലെവലിലാണ്. പിന്നെ 1800 മുകളിൽ സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലേക്കാളും കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പാറക്കല്ലില്ലേ, അതിൻ്റെ അറ്റത്ത് പോകണം. അറ്റത്ത് പോയ ശേഷം അവിടെ നിന്ന് പിന്നെ ഭാഗത്ത് അങ്ങോട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇങ്ങോട്ട് നമ്മൾ ടച്ച് ആവില്ല. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം താഴ്വാരത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. പൊളി. അങ്ങോട്ടൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് മൊത്തം പാറയാണ്. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ എന്താ പറയുക, ചുറ്റുമുള്ള ഒരു ടൗണിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ മൊത്തം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട്, വേറെ ആംഗിളിൽ നിന്നുള്ള ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോൺ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ബ്യൂട്ടി പകർത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗത്തിൻ്റെ ഡ്രോൺ ഇല്ല. അതാണ്. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ഇതൊക്കെയുള്ള പുല്ലുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ പാൻറ്റിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതൊക്കെ ഇതൊക്കെയുള്ള പുല്ലുകളാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല രസമാണ് ഇതിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി. എന്തായാലും നല്ല രീതിയിലുള്ള വെള്ളം നമ്മൾ ക്യാരി ചെയ്യണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങോട്ട് കണ്ടില്ലേ, കട്ട വെയിലാണ്. ഇവിടെ മുകളിലോട്ട് ഇനി ഒരുപാട് കയറാനുണ്ട്. കയറിക്കോ. ഇനി മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കയറാനുള്ള
ആ ഒരു മൂഡ് പോയി കിട്ടും. നമ്മൾ കണ്ട് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ചാണ് കയറുന്നത്. ഇവിടെ രാവിലെ 8 മണിക്കാണ് ഓപ്പൺ ആവുന്നത്, അതാ പ്രശ്നം. ഒരു 6 മണിക്കൊക്കെ ഓപ്പൺ ആക്കി വിടുവാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ ട്രക്കിംഗ് പോയിന്റും മോർണിംഗ് തന്നെ ഓപ്പൺ ആവും, പക്ഷേ ഇവിടെ മാത്രം 8 മണിക്കാണ്. എന്താ സംഭവം ഒരു പിടിയില്ല. നിൽക്കുമ്പോൾ നമുക്ക് താഴ്വാരത്തിൻ്റെ കൃഷിപ്പാടങ്ങളൊക്കെ കാണാം. ഒരുപാട് തെങ്ങാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, തെങ്ങും റബ്ബറും ഒക്കെ. ഇത് ബെൽത്തങ്കടി താലൂക്കാണ്, ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു സ്ഥലത്തിലോട്ട്. സ്റ്റെപ്പൊക്കെ കണ്ടില്ല, അത്യാവശ്യം ഗ്യാപ്പായിട്ട് ഇവിടെ കുഴിയൊക്കെയാണ്. സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടി. ഓരോ കല്ലുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടേക്കണേ, കണ്ടില്ലേ. ഏത്? ആ, ഗ്രാനൈറ്റ് ബ്ലോക്സ് ആണെന്ന് ഒരുപാട്. അവിടെ ഒരു പിറങ്കിയൊക്കെ ഉണ്ട് മുകളിൽ. അതിപ്പോൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങളിപ്പോൾ നിന്ന് പോവാണ്. ഈ ഒരു, അതായത് ഇവിടെ മരങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട്. ഈ ഒരു കാണുന്ന ഒരു മഴ ഒറ്റയൊക്കെ ഒരു മരം ഇവിടെ നിൽക്കുമ്പോൾ തണലിലൊന്നും ഞങ്ങൾ ഇരുന്നതാണ്. കാരണം നല്ല കട്ട വെയിലാണ്, ഒടുക്കത്തെ ചൂടാണ്. അല്ലേ, ഹാഫ് കൈ ടീഷർട്ടാണ് ഇട്ടേക്കണേ. സ്റ്റെപ്പ് കയറിയിട്ടേ ഇല്ല, ഇത് സ്റ്റെപ്പ് അല്ല. ഇനിയാണ് ശരിക്കും ഉള്ള ട്രെക്കിങ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് നമ്മളിരുന്ന് വീണ്ടും എന്താ പറയുക, ചൂട് കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ സമയം ഒരു 11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം കയറുവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടില്ല, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇവിടെ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. ആൾക്കാർ എന്താ നന്നാവത്തേന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കയറാൻ പറ്റാവുന്ന കൂട്ടുള്ളതാണ്. മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ച് റിസ്ക് കൂടുന്നത്. കാരണം അല്ല, ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗത്ത് വെള്ളം നല്ല രീതിയിൽ ഒഴുകി വന്ന ആ ഒരു പായലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, തെന്നിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാം അതിൻ്റെ ഒരു ബ്യൂട്ടി. ആ പുല്ലൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മഴ ഉണ്ടെങ്കിൽ നല്ല പൊളിയായിരുന്നു. അത് ചെത്തി വെച്ചിരിക്കുന്നത് അല്ലേ, കണ്ടില്ലേ, പാറ ചെത്തി വെച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇത് മഴക്കാലത്ത് തെന്നൂടാ. അതെ, ക്യാമറയിലൂടെല്ലോ ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നില്ല എന്നറിയത്തില്ല. പക്ഷെ ക്യാമറയിൽ അത്രത്തോളം പകർത്തിയെടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു സംഭവം തന്നെയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ കയറാനുണ്ട്. ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് സീന്. അങ്ങ് കണ്ടില്ല, സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങ് കാണാം. ആ ഇങ്ങനെ പോയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം. അതെ, പിന്നെ എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് കിതപ്പ് കുറച്ച് കൂടുതലാണ്. ഞാൻ കയറും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സംസാരിക്കുന്നതുകൊണ്ട്, കൂടുതൽ ട്രക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ക്ഷമിക്കണം. നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. വിഷയം. പിന്നെ മുകളിലോട്ട് ചെല്ലുന്നിടത്ത് അത്യാവശ്യം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും ഇവിടെ. ഫുള്ള് 360 ഡിഗ്രി വ്യൂ. പൊളി. കട്ട വെയിലാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ മരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇരുന്നിരുന്നാണ് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറുന്നത്. വെള്ളമില്ലാതെ ഈ ഒരു ഭാഗത്ത് വന്നെങ്കിൽ പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. തണലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചെരുപ്പെടുത്ത് കയ്യിൽ പിടിച്ചു. ഇപ്പം നഗ്നപാദത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ ഒരു നഗ്നപാദം കല്ലിൽ സ്പർശിക്കുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ആവുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയാണ് കയറുന്നത്. അപ്പം ചെരുപ്പൂരി കയറുന്നത് നല്ലതാണ്, കാരണം തണലാണ്, വലിയ രീതിയിൽ ചൂടുമില്ല. എങ്ങനെയുണ്ട്? ഏകദേശം ഇപ്പോൾ മിഡിൽ ഭാഗം എത്തി. ഇവിടെ നിന്ന ആ ഒരു പാറടക്കുന്ന്, ഇതും പാറ തന്നെയാണ്. ആ ഒരു പാറടക്കുന്ന് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. യാ, എനർജി. പക്ഷെ പെട്ടെന്ന് എനർജി ലോസ് ആവും. പയ്യെ കയറുവാണെങ്കിൽ പ്രശ്നമില്ല. കുറച്ച് സ്റ്റെപ്പ് കണ്ടില്ലേ, ചെത്തി വെച്ച പോലെ. ഇവിടുത്തെ സ്റ്റെപ്പ് കണ്ടില്ല, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. അല്ലല്ലേ, തണുപ്പുണ്ട്. അത് കോട്ടയുടെ ആദ്യത്തെ ഒരു ഗേറ്റാന്ന് തോന്നൂടാ അവിടെ ദൂരെ കാണുന്നത്. ഈ ഒരു കോട്ടയുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയാണ് ഈ ഒരു കോട്ട ഉള്ളത്. അത് ചിലപ്പോൾ അറ്റാക്കൊക്കെ നടന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ട ഒരു പിരങ്കിയുടെ അവശിഷ്ടം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടുണ്ട്, കുറേ പിരങ്കിയുണ്ട്. പക്ഷേ ഒന്ന് മാത്രമേ ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പം കോട്ടയുടെ ആദ്യത്തെ ഒരു ഗേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് കാട്ടിലൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കുവാണ്.
ഒന്നും മെയിൻറ്റെയിനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് ആ വാച്ച് ടവറിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കോട്ടയുടെ ഡിസൈനിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തെറിച്ച് കിടപ്പുണ്ട് ഓരോ കല്ലുകളൊക്കെ. ഒന്ന് കയറി വന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടും പോകാൻ പറ്റും, റൈറ്റിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പം നിങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ട്രക്ക് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലൂടെ പോയാൽ മതി. ഇതിലൂടെ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ വഴി കയറിയിട്ട് അങ്ങനെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ കണ്ടാണ് ഞാനൊരു പിറങ്ങി കണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇവരെടുത്ത് മാറ്റിയോ എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും ഈ കോട്ടയുടെ ഭാഗങ്ങളൊക്കെ ചെതറി കിടക്കുമല്ലേ, അതാണ് സീന്. ഇങ്ങോട്ട് ഞാൻ വരാൻ ഒട്ടും സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം മൊത്തം കാടിൽ മുങ്ങി കിടക്കുവാണ്. പിറങ്ങിയുടെ ഒരു ഭാഗം എനിക്ക് കിട്ടി, നോക്കടാ. ഇത് പൂളി കിടക്കുവാണ്, ഇതിൻ്റെ ഒരു പകുതി പോലും ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെതറി കിടക്കുവാണ്, കണ്ടില്ല. ഇത് കുറച്ച് റിസ്കി ആണല്ലേ. കുരങ്ങല്ലേ. ഇപ്പോൾ കുരങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത്. ഇങ്ങോട്ട് ആരും കയറി വരുന്നില്ല, നമ്മളാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. ഈ ഒരു വാച്ച് ടവർ, അതായത് ഫസ്റ്റ് കിട്ടുന്ന ആ കോട്ടയുടെ മതിലിൽ നിന്നും കയറി പോകാനുള്ള എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചുറ്റിക്കറങ്ങി വരാനുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറി വരാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങോട്ട് കുറച്ച് റിസ്ക്കിയാണ്, കാട് മൂടി കിടക്കുകയാണ്. ഇങ്ങോട്ട് റോഡൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. So we always like adventure. That's the reason why we came here. ഇനി കുറച്ചും കൂടെ ചെല്ലുമ്പോൾ കണ്ടോ ഒട്ടും കുഞ്ഞൊക്കെ ഞാൻ കയറുന്നു. എങ്ങനെയുണ്ട്? അതെ അതെ, ും റൈറ്റും കൊക്കെയാണ്. നടുവെയാണ് ഈ ഒരു സ്റ്റെയർ പോലെ ഇങ്ങനെ പോയിരിക്കുന്നത്. പൊള്ളിയല്ലേ, പണ്ടത്തെ കാലത്തൊക്കെ സൂക്ഷിച്ചിട്ടോ, മെല്ലെ മെല്ലെ കയറിയാൽ മതി. അയ്യോ മോനെ വിഷയം നോക്കിക്കേ. ഒരാൾക്ക് കഷ്ടിച്ച് പാസ് ചെയ്ത് പോകാനുള്ള വഴിയുള്ളൂ ഇവിടെ. സൈഡിലുള്ള വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും, കണ്ടില്ലേ. പിടിച്ചാ ഞാൻ കയറുന്നത്, സൂക്ഷിക്കണം കേട്ടാ. എടാ ഹെലികോപ്റ്റർ, അയ്യോ ഇതെന്താടാ, ഇതെങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യും? വിഷയം. സൂക്ഷിച്ചേ. കുഴപ്പമില്ല, കാല് സ്ലിപ്പായാലാണ് പ്രശ്നം. ഈ വഴി ആരും കയറരുത് പ്ലീസ്, റിക്വസ്റ്റാണ്. കാരണം കുറച്ച് ഡേഞ്ചറാണ്, കണ്ടില്ലേ. കാല് വെക്കാൻ പോലും സ്പേസ് ഇല്ല, അതാണ്. അയ്യോ, ഇവിടെ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുളമാണ് ഇത് കാണുന്നത്, കണ്ടില്ലേ. മൊത്തം കാടിൽ മുങ്ങി കിടക്കുവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പാറക്കല്ലിൻ്റെ ഭാഗം നമുക്ക് കാണാം. ഇത് രണ്ടാമത്തെ ഒരു വാതിലാന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ശരിക്കുള്ള ആ ഒരു പാറയുടെ ഭാഗം തുടങ്ങുന്നത്, കണ്ടില്ലേ. ഇത് രണ്ടാമത്തെ വാതിലാന്ന് തോന്നുന്നു, അല്ലടാ കണ്ടിട്ട്. അതെ, ഇങ്ങനെയാണ് ശരിക്കുള്ള. ഹലോ, ഏകദേശം ആ ഒരു പാറക്കല്ല് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭാഗത്തെത്തി. അപ്പോൾ മുകളിൽ ഒരു പാറ കണ്ടില്ലേ വിടർന്ന് നിൽക്കുന്നത്, അവിടെ ഒരുപാട് പക്ഷിക്കൂടൊക്കെ ഉണ്ടെന്ന് തോന്നുടാ. മുകളിൽ ഒരു കല്ല് അത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള ഒരു ഭീകരത ഇവിടെ നിന്ന് ക്യാമറയിലൂടെ അത്രയ്ക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇനി നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ട്രക്ക് ചെയ്ത് കയറാനുണ്ട്. നേരത്തെ അന്വേഷിച്ച് വന്ന പിറങ്ങിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കിടപ്പുണ്ട്. നേരത്തെ അത് എന്താ പറയുക ചെതറിപ്പോയൊരു ഭാഗമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള പിറങ്ങിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കിടക്കുന്നത് കാണാം. കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ ഒരു പുതിയൊരു ചെങ്ങായും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ വന്ന റോഡൊക്കെ നമുക്ക് അങ്ങ് ദൂരെ കാണാം. അപ്പം ഈ മലയുടെ സൈഡ് ഭാഗമാണ് ഇന്ന് ദൂരെ നമുക്ക് കാണുന്നത്. അപ്പം ഈ കോട്ടയുടെ ആ ഒരു മതിലുകളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. സോ ഒരുപാട് പിറങ്ങികൾ ഈ ഒരു കോട്ടയിലുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ നിലവിൽ കാണാൻ സാധിക്കുന്ന ഇത് ഈ ഒരു പിറങ്ങി മാത്രമാണ്.
ഈ ഒരു പാറപ്പുറത്തൊക്കെ ഒരുപാട് മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാണാം. കണ്ടില്ലേ, പാറ അറ്റാച്ച് ആയിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ശരിക്കുള്ള ആ ട്രക്കിൻ്റെ ഭീകരത ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് കുറച്ച് എന്താ പറയുക, കോട്ടയോട് ചേർന്നിട്ട് മതിലുകളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ കുറച്ച് ഭീകരതയാണ്. മഴക്കാലത്ത് ഇവിടെ തന്നെയുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റെപ്പിലൊക്കെ. അതെ, അത് നമുക്ക് കാണാൻ മനസ്സിലാവുമല്ലോ, മൊത്തം സ്ലൈഡ് ചെയ്തെടുത്തേക്കണേ. സോ ഇവിടെ സ്റ്റെപ്പിൽ നിന്നുള്ള കല്ലും ഇതൊക്കെ ശരിക്കും എടുത്ത് ഇങ്ങോട്ട് സൈഡിൽ മതിലായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. ആ അതെ, ഒരു പാറക്കല്ല് ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു വഴി ഇങ്ങനെ ചെത്തിയെടുത്ത വഴി ഇങ്ങനെ പോകുന്നു. ഇത്രയും ദൂരം ചെറിയൊരു തടലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വീണ്ടും വെയിൽ ഇങ്ങോട്ട് അടിച്ചു തുടങ്ങി. പക്ഷെ മഴ വന്നെങ്കിൽ നമുക്ക് അടിയിൽ നിൽക്കാം അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനി ഒരുപാട് കയറി പോകാനുണ്ട്. ഇത് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഇതാവും. നമ്മൾ മുകളിലോട്ട് നോക്കാൻ പാടില്ല. ഇവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം വീതിയുള്ള സ്റ്റെപ്പാണ്. ഇതും കൂടെ കഴിഞ്ഞെങ്കിൽ കുറച്ച് ചെറുതായി പോകും. അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാഗ്യം എന്ന് വിചാരിക്കും. കാരണം ഇവിടെ അത്യാവശ്യം നല്ല പായലുണ്ടാവും, തെന്നാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഇങ്ങനെയാണ് നിൽക്കുന്നത്. സ്ട്രൈറ്റിനെക്കാളും കുറച്ച് ഒരു വളവുണ്ടെന്നുള്ളൂ. സോ ഇവിടെയാണ് നമ്മൾ കൂടുതൽ ടയർഡ് ആവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. അപ്പം ഇവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതും കൂടെ കയറിയിട്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. കാരണം ഇതിനെ നടക്കിയിരിക്കുന്ന അത്രയ്ക്കും സുപ്തമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വാച്ച് ടവറുടെ ഒരു ഭാഗമായിരിക്കും ഇവിടെ. കയറുവാണോ? കുറച്ച് ഇരുന്നിട്ട് കയറാം. മുകളിലോ? ഓക്കെ, കയറിക്കും. കയറല്ലേ ബ്രോ? എന്ത് പറ്റിയിടാ? നീ തിരിഞ്ഞു നോക്കിക്കേ. തിരി നോക്ക. ഈ നമ്മൾ കാല് വെക്കുമ്പോ തന്നെ നമ്മൾ പുറകോട്ട് മറയുന്ന കൂട്ടൊരു ഫീൽ അല്ലേ? ആ മുകളിൽ വെള്ളം ഇപ്പോഴും ഉണ്ടല്ലേ? മഴക്കാലത്ത് ഇതിനേക്കാളും വെള്ളമായിരിക്കും. അടിപൊളി. വെയില് നമ്മുടെ നേരെ മുഖത്തോട്ട് അടിക്കുന്നേ. വെറുതെ പോലും നിൽക്കാൻ വൈകുന്നില്ലടാ, തല ഇറങ്ങുന്ന തൊട്ട്. ബ്രോ ഡേഞ്ചറാണേ, സൂക്ഷിച്ച്. ഒരു തണലുണ്ട്, തണുപ്പുണ്ട്. താഴെ നല്ല അത്യാവശ്യം നല്ല കൊക്കയാണ്. അങ്ങോട്ട് ഇനി ഉണ്ടോ? ഈ ഒരു പാത കഴിഞ്ഞ് മുന്നോട്ട്. അതെ അതെ. അപ്പോൾ എന്തായാലും കുറച്ച് അഡ്വഞ്ചറാണ്. ഇപ്പം നിലവിൽ അഡ്വഞ്ചർ അല്ല എന്ന് തോന്നിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പായലില്ല, അത് തന്നെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു അംശം ഉണ്ടല്ലേ, ഇപ്പോഴും ആ ഒരു പായലിൻ്റെ ഇത് നമുക്ക് കാണാം. ഏത്? ആ അല്ലേ? ആ അതെ അതെ. സോ ഈ പാറക്കല്ല് ഇങ്ങനെ തന്നെ ചെത്തിയിട്ട് ഈ ഒരു സൈഡ് ഭാഗം മാത്രം ഇങ്ങനെ ഉപേക്ഷിക്കുന്നു. അപ്പം താഴോട്ടെന്ന് പറയുമ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് ആ ഒരു മതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിവിടുന്ന് പതിയെ കയറുന്നുള്ളൂ. താഴോട്ട് നോക്കുമ്പോഴാണ് അതിനൊരു ഭീകരത ശരിക്കും മനസ്സിലാവുന്നത്. ഇവിടെ കണ്ടില്ല, സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗം തന്നെ എന്താ പറയുക, അടർന്നു പോയ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് കുറച്ച് ഇതാണ്, കാല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാണല്ലോ അതിന് കുതിര എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പും നമ്മുടെ മുട്ടിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. കണ്ടില്ലേ, എൻ്റെ മുട്ടാണ് ഈ കാണുന്നത്. കാണുന്നുണ്ടോ? മുട്ടിൻ്റെ അത്രയും പൊക്കമുണ്ട്. സോ ഇതാണെന്ന് പെട്ടെന്ന് നമ്മൾ ടയർഡ് ആവുന്നത്. അല്ലേ? നിന്റെ ചെരുപ്പാണ് സൂക്ഷിക്കണ്ടേ. തെന്നുവാണെങ്കിലേ നമ്മൾ അവിടെ തന്നെ കിടക്കണടാ. താഴെ ഞാൻ ഉണ്ടല്ലോ.
അയ്യോ ഇത് ഒടുക്കത്തെ പായലല്ലേ? അയ്യോ ഭയങ്കര സ്ലിപ്പറിയാ തെന്നു. അതാണ് മഴക്കാലത്ത് ഇവരെ 3 മാസം 4 മാസം ക്ലോസ് ചെയ്തിട്ടേക്കണേ. സൂര്യൻ നേരെ നമ്മുടെ തലമണ്ടയിലോട്ട് അടിക്കുന്നത്. അയ്യോ താഴോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, വിഷയം. അയ്യോ എടാ ഇവിടെ ഒരു കാല് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. കിതച്ചിട്ട് ഒരു വിധമായി. ഒടുക്കത്തെ വെയിൽ. ഞാനൊരു ഹാറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ കൂടെ വന്ന ആൾ ഹാറ്റ് പോലും ഇല്ല. അതാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ പേടി തോന്നും. അമ്മാതിരി ഒരു സ്റ്റീഫായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് പറ്റിപ്പോയി ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ചും കൂടെ ക്യാരി ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ വെള്ളം കുറച്ച് കുറഞ്ഞു. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇരുന്നിരുന്നാണ് നമ്മൾ കയറുന്നത്. അവന്മാർ പെട്ടെന്നങ്ങ് വലിഞ്ഞ് കയറിപ്പോയി, ഞാൻ മാത്രം ഇവിടെ ബാക്കിയായി. ഡ്രോപ്പായിട്ട് വീഴുന്നു. അതെ അതെ അതെ. അതിനെ കുടിക്കാവോ? കുടിക്കാനും കുഴപ്പമില്ല, മുകളിൽ തരല്ല ഉള്ളത്. പക്ഷെ മുകളിൽ നിന്ന് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. മുകളിൽ നിന്ന് ഇതിന്ന് വരില്ല അത്. സോ ഇത് ഇവിടെ നിന്ന് തന്നെ അടുത്തുനിന്ന് ഉറവയായി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഡ്രോപ്പായിട്ട് വീഴുന്ന കാണാം. ആ ഒരു വെള്ളം മാത്രം അവിടെ ഉള്ളതുകൊണ്ട് മാത്രം അവിടെ കുറച്ച് പായലുണ്ട്, അതാണ്. ഇപ്പോൾ മുകളിലോട്ട് ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. സ്ലിപ്പറി ഒന്നുമല്ല കാര്യമായിട്ട്. കയറിനോടത്ത് ഇവിടെ ഒരു കേവ് പോലെ ഒരു സംഭവം കണ്ടില്ലേ? നമ്മൾ ഏകദേശം ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം ലെഫ്റ്റിലോട്ട് പോയി നല്ല കൊക്കയാണ്, കാണിച്ചു തരാം, കണ്ടില്ലേ? അപ്പോൾ രണ്ടാമത്തെ ചുറ്റിലുള്ള ഒരു കോട്ടയുടെ വാതിലാണ് ഇവിടെ ഉള്ളത്, കാണിച്ചു തരാം. സോ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു പാത കഴിഞ്ഞിട്ട്, ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഭാഗമാണ് കോട്ടയുടെ ആ ഒരു വാച്ച് ടവർ പോലെ. സോ ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ ഈ ഒരു പാറയുടെ ഇവിടെ കണ്ടില്ലേ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഇറങ്ങി വരുന്നത്. സോ ഇത് നമുക്ക് ഡ്രിങ്കബിൾ വാട്ടർ ആണെന്ന് തോന്നിടാം. സോ നമുക്ക് ബോട്ടിൽ കളക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മരം കണ്ടില്ലേ, ഈ ഒരു പാറയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഈ വേരിൻ്റെ അടിയിലുള്ള ഈ ഒരു ഭാഗത്ത് കേവ് പോലെയാണ് സംഭവം ഉള്ളത്. ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കോട്ടയുടെ മതിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഈ പാറക്കല്ല് താഴെ വീണിരിക്കുകയാണ്. സോ അതെനിക്ക് താഴെ വന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. സോ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു കോട്ടയുടെ ആ ഒരു എന്താ പറയുക ഒരു വാലില്ല, അതിൻ്റെ മുകളിലൊക്കെ വേരൊക്കെ വളർന്നു നിൽക്കുന്ന കണ്ടില്ലേ? സോ ഇത് കോട്ടയുടെ ആ ഒരു ഇഷ്ടികയുടെ ആ ഒരു ബ്ലോക്ക് കാണുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും. സോ ഇതിൻ്റെ മുകളിൽ ഈ പാറക്കല്ല് വന്ന് വീണിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ തകർന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ വന്ന ട്രക്ക് ചെയ്യുന്നിടത്ത് കൂടെ കിട്ടിയ ആളെടുത്ത, അതായത് 11 വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയാണ്, കണ്ടില്ലേ? അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. സോ ഇത്രയ്ക്കും കുഴിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പം എന്താ പറയുക, വലിയ മഴക്കാലം, അതായത് വലിയ മഴ പെയ്യുന്നിടത്ത് കുത്തി വലിച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഇത്രയൊരു സ്പേസ് ആയി പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, പോലെ. ഓക്കെ, ഇത് ഒന്നാമത്തെ കോട്ട അവിടെ കഴിഞ്ഞെങ്കിൽ ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം ഇതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്, കാരണം മുകളിൽ നിന്നൊക്കെ വന്ന് വീഴാൻ നേരത്ത് എങ്ങനെ സോ നമ്മൾ 2-3 പോയിന്റിൽ നമുക്ക് മുഖം കഴുകാനൊക്കെ വെള്ളം കിട്ടിയതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. സോ നമ്മൾ ക്യാരി ചെയ്ത് 2 ലിറ്റർ വെള്ളം മാത്രമാണ്, അത് ഓൾറെഡി തീർന്നു. സോ 1794 ഈ ഒരു കോട്ട ബിൽഡ് ചെയ്തിരിക്കുന്നത്, അത് ടിപ്പു സുൽത്താൻ. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു കോട്ടയ്ക്ക് ജമലാബാദ് പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ്റെ അമ്മേൻ്റെ പേര് ജമലാബി അങ്ങനെയാണ് ഈ ഒരു ജമലാബാദ് ഫോർട്ട് എന്ന് ഈ ഒരു പേര് വന്നത്. അപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു വെസ്റ്റേൺ ഗാർഡ് സെക്ഷനിലാണ് ഈ ഒരു കോട്ട വരുന്നത്. അപ്പോൾ ഈ ഒരു ശത്രുക്കളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ആണ് ഇങ്ങനത്തെ ഓരോ ഫോർട്ടുകൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ തകർന്ന കോട്ടയുടെ ആ ഒരു പിറങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ താഴെ കണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കോട്ടയുടെ ആ ഒരു വാച്ച് ടവറിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ കയറി വരാൻ നേരത്ത് 2 റൂട്ട് കാണാം. റൈറ്റിലോട്ട് പോയെങ്കിൽ മെയിനായിട്ടുള്ള വ്യൂ പോയിൻറ്റും ആ ഒരു കോട്ടയുടെ 2-3 ആ ഒരു ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട് കോട്ട. അപ്പോൾ ലെഫ്റ്റോട്ട് പോയെങ്കിൽ നമുക്കൊരു കുളം കാണാൻ പറ്റും. സോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ ഭാഗം, അതായത് കോട്ടയുടെ മതിലുകൾ നിൽക്കുന്ന ഒരു ഭാഗത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. സോ ഇതാണ് ആ ഒരു എന്താ പറയുക, മഴ പെയ്യുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു കുളം. സോ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താഴെയുള്ള നാട്ടുകാരൊക്കെ ഇതിനുള്ളിൽ എന്തൊക്കെ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി പമ്പൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും വെള്ളം വറ്റിയില്ല, അങ്ങനെ നിധി കണ്ടെത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. സോ ആ ഒരു കുളമാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല കുഴിയുണ്ടാവും, നീ ഇറങ്ങാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കണം. ചേറുണ്ടാവും, കണ്ടില്ല അവിടെ കണ്ടില്ല, അവിടെ കുറച്ച് ഡീപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. ഇവിടെ ഒരു പിറങ്ങി കിടപ്പുണ്ട്. ഇപ്പം ഞാൻ 3 പിറങ്ങി കണ്ടു. ഒരു പിറങ്ങി പൊട്ടിപ്പോയ അവസ്ഥയിലായിരുന്നു, 2 പിറങ്ങി ഇതിലുണ്ട്. പക്ഷേ ഇത് എന്തായാലും ഇത് മണ്ണിൽ മൂടി കിടക്കുമായിരുന്നു, ആരുടെ കണ്ണിലും പെട്ടിട്ടില്ല. ഈ ഒരു ഇടയ്ക്ക് ഇത് കിട്ടിയതാണ്. കാരണം തുരുമ്പിൻ്റെ അംശങ്ങളില്ലേ മണ്ണിൽ മൂടി കിടന്നിട്ട് ഇത് മൊത്തം വാഷ് ചെയ്തെടുത്തതാണ്. പക്ഷെ ഇത് മുൻപ് ഇവിടെ എവിടെ നിന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇത് നിൽക്കുന്നത്. പിറങ്ങി എങ്ങനെ ഉള്ളിലാ വേണ്ട, പാമ്പൊക്കെ ഉണ്ടാവും, തണുപ്പല്ലേ, ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ കയറി കിടന്നിട്ടുണ്ടാവും പാമ്പൊക്കെ. സോ ഇതൊരു ഇങ്ങനെ ആവശ്യിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 പിറങ്ങി കണ്ടു. 2 പിറങ്ങി അത്യാവശ്യം ഒരു നല്ലൊരു സ്ട്രക്ചറിലായിരുന്നു, ഒരെണ്ണം പൊട്ടിപ്പോയ ഒരു അവസ്ഥയിലായിരുന്നു. എന്താ എന്നെ ആരെ വിളിച്ചു, ഞാൻ വരാ ജീവൻ അത് പൊക്കാൻ വേണ്ടി നോക്കുന്നു. എടാ നടു പോകും ഉറപ്പായിട്ട്. സോ ടിപ്പു സുൽത്താൻ ഒരു കൈ കൊണ്ട് ഒരു പിറങ്ങി എടുക്കുമായിരുന്നു. മേ ബി ആയിരിക്കും, പുലിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ളതല്ലേ. സോ ഓക്കെ ഓക്കെ. ഇതെന്ത് എടാ, ഇത് മറ്റേ അരി അരിക്കുന്ന വല്ലാണോ മറ്റേ? ആ ശരിയാണല്ലോ, അത് കൂട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് കൺഫേം ഇല്ല എങ്ങനെ ആയിരിക്കും ഞാൻ പറയുന്നു. സോ ഇത് നമുക്ക് ഹുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടുന്ന് ഈ ചെറിയ പൊടിയായതൊക്കെ ഇവിടുന്ന്. അതെ അതെ അതെ. അപ്പൊ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പൊ അമ്മമാരെ സൈസ് എന്താ അല്ലേ അല്ലേ, അവരുടെ ഒരു ശക്തി എന്തായിരിക്കും. ഇപ്പത്തെ നമ്മുടെ ഫുഡൊക്കെ ആണല്ലോ നമ്മളെ ചലർത്തുന്നത്. അതെ അതെ. 5 ആള് കയറാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് കട്ട വെയിലാണ്, ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ടയർഡായിട്ടൊരു വിധമായി. ഇതുകൂടെ കയറിയെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ മൊത്തം പുല്ല് വളർന്ന് നിൽക്കുവാണല്ലോ. വാച്ച് ടവർ നിൽക്കുന്ന കാണാം നമുക്ക്, കണ്ടില്ലേ, പുല്ലൊക്കെ വളർന്ന് നിൽക്കുവാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ഹൈറ്റിലാണുള്ളത്, കണ്ടില്ലേ. ഈ ഒരു ജമലാബാദ് ഫോർട്ടിൻ്റെ ഏറ്റവും ഹൈറ്റിൽ ഇപ്പോൾ നമ്മൾ എത്തി. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്, സോറി. സോ നമുക്ക് ഇവിടെ നിന്നുമ്പോൾ 360 വ്യൂ ആണ്. ഇവിടെ പുല്ല് വളർന്ന് നിൽക്കുന്നേ ഉള്ളൂ, 360 വ്യൂ ആയിരുന്നു. അവിടെ കുറേ ആൾക്കാർ പോയിട്ട് വരുന്ന കാണാം അങ്ങ് ദൂരെ നിന്ന്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ കാണാം. ഇത് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഷെൽട്ടർ കാണാം. കോട്ടയുടെ ഒരു ചെറിയൊരു അവശിഷ്ട ഭാഗമാണ്. സോ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ കാണാം, കണ്ടില്ലേ. ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു കൊക്കയിൽ പോയാൽ പിന്നെ തീർന്ന്. ഇവിടെ ഒരു വാച്ച് ടവർ കാണാം, അങ്ങ് ഡീപ്പായിട്ടുള്ള ഇതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു നഗരഭാഗത്തിന് ഇത് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കട്ട വെയിലാണ് അടിക്കുന്നത്, അതുകൊണ്ടിപ്പം അത്രയും വ്യക്തമായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കോട്ട ഏകദേശം എന്താ പറയുക, ഇതിൻ്റെ ഇതൊക്കെ തകർന്നിരിക്കുവാണ്. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഈ പുല്ലൊക്കെ കണ്ടില്ലേ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, അതാണ്. പക്ഷേ ഇത്ര നല്ല മനോഹരമായ സ്ഥലം ഇങ്ങനെ വരച്ച് മൊത്തം അലങ്കോലമായിട്ടുണ്ട്. എവിടെയും എല്ലായിടത്തും കാണുന്ന കൂട്ട് തന്നെ.
അപ്പോൾ ഇത് കോട്ടയുടെ ആ ഒരു ഭാഗമാണ്. മേ ബി ഇവിടെ എന്താ പറയുക, മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ ഒരു ആർമറി പോലെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ നല്ലൊരു തണുപ്പുണ്ട് ഇതിനുള്ളിൽ അല്ലേ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടേക്കുന്നു. ചിലപ്പോൾ പൊളിഞ്ഞു പോയതായിരിക്കണം, താഴെയിൽ നിന്ന് പിറങ്ങിയും കൊണ്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ഇത് പൊളിഞ്ഞു പോയതായിരിക്കും. ആ ഓക്കെ, അത് നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി എല്ലാം കോട്ടയിൽ ഇങ്ങനത്തെ ഇത് കാണാം നമുക്ക്. അല്ലേ? സോ ഇത് കാണുമ്പോൾ അറ്റാക്ക് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളം അടിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഇത് തകർത്തതാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഇതിനുള്ള ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എത്ര ഒരു ഇതിലാണ് നിൽക്കുന്നത്. നല്ല വീതിയിലാണ് ഇത് കോട്ട ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഭാഗം. കാരണം അറ്റാക്ക് വരാൻ നേരത്ത് അറ്റാക്ക് ചെയ്തെങ്കിലും സേഫായിട്ട് നിൽക്കണമല്ലോ. കാരണം ഇതിനുള്ളിൽ മരുന്നൊക്കെ വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും, ആർമറി പോലെ. ഇങ്ങനത്തെ 2 ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര എണ്ണം ഉണ്ടോ? 2 ഉണ്ടോ? 2 ഉള്ളത് പോലെയാണ് തോന്നുന്നത്. എങ്ങോട്ട്? അങ്ങോട്ടല്ലേ? ഇതിന് മുകളിലൊക്കെ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാം നമുക്ക്. ഇവിടെയാണ് ശരിക്കും അതിൻ്റെ ഒരു 360 വ്യൂ നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പാറ. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറായി. അപ്പം അതാണ് അവസാനത്തെ ഒരു വാച്ച് ടവർ, ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാച്ച് ടവർ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ കൊക്കയാണ് 100%. എൻ്റെ പൊന്നു, ഒരു കാലം ഇവിടെ വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? താഴെ പോയി മോനെ ഒന്നുമില്ല, പ്രതീക്ഷിക്കണ്ട, നേരെ വീട്ടിൽ പോകും അവൻ്റെ കൂടെയുള്ളവർ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇത് വാച്ച് ടവറിൻ്റെ ഭാഗമാണ്. ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു വാച്ച് ടവർ അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം പാറയാണ്. അങ്ങോട്ടുള്ള ഒരു വ്യൂ കണ്ടില്ല, അങ്ങോട്ട് മൊത്തം, അതായത് ചുറ്റും ഇങ്ങനെ കോട്ട ബിൽഡ് ചെയ്തിരിക്കുന്നു. ആ ഭാഗത്തൊക്കെ ചെത്തി വെച്ചിരിക്കുന്നു, സംഭവം തന്നെ. അവിടെ താഴെ അവിടം വരെയായിട്ട് നമുക്ക് കാണാം. അവിടെ താഴ്വശത്തുമായിട്ട് അവിടെ ഒരു വാച്ച് ടവർ ബിൽഡ് ചെയ്തിരിക്കുന്നുണ്ട്. വിഷയം തന്നെ. അത്യാവശ്യം ഇത്രയും ട്രക്ക് ചെയ്ത് കയറി വന്നല്ലേ ഇപ്പോഴാ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലെത്തിയത്. നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. എവിടെ പോയി? നീ അവിടെ ഉണ്ടായിരുന്നാ? കൺഫേം, ഡെത്ത് കൺഫേം ആണ്. സോ കോട്ടയുടെ ആ ഒരു മതിലുകൾ താഴെയും കാണുന്നുണ്ട്. സോ ഒരുപാട് ചുറ്റുണ്ട്. എനിക്ക് തോന്നുന്നു 2 ചുറ്റിലുള്ള കോട്ടയാണെന്ന് തോന്നുന്നു. ആ ഒരു കോട്ടയുടെ മതിലാണ് അവിടെ ഉള്ളത്. പക്ഷേ അത് കാടിൽ മുങ്ങിക്കിടക്കുകയാണ്, നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സോ അതൊരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പും 2ാമത്തെ സ്റ്റെപ്പ് ഇവിടെ. സോ അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ഈ ഒരു ഭാഗം, ഈ ഒരു കോട്ട. നട്ടുച്ചയാണ്, കട്ട വെയിലുമാണ്. അപ്പം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, ഏതെങ്കിലും തണലിൻ്റെ അടിയിലൊക്കെ നിന്നിട്ട്. പക്ഷേ ഇത്ര സമയത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ട്. 5 മണി 6 മണിയാണെന്ന് തോന്നുന്നു. സോ നമുക്ക് വേണമെങ്കിൽ നിൽക്കാം, പക്ഷേ കട്ട വെയിലാണ്, അങ്ങനെയാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് കാണാം ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചയും ടൗണിൻ്റെ ഭാഗമൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരും. പക്ഷേ ഇപ്പം എന്താ പറയുക, ആ ഒരു വിസിബിലിറ്റി അത്രയ്ക്കും ക്ലോസ്ഡ് ആണ് ഇവിടെ. ഇത്രയും നേരം എനർജറ്റിക് ആയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്ന മിസ്റ്റർ ജീവൻ കുമാർ മുകളിൽ എത്തിയപ്പോൾ മൊത്തം ടയർഡായി. എന്തോ ഒരു മൂഡ് ഓഫ് പോലെ. എന്ത് പറ്റിയില്ല, കൊക്കെയാണ്. സോ ഈ ഒരു ഭാഗത്താണ് എല്ലാവരും സൂസൈഡ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്യുന്നത്. അപ്പം സൂക്ഷിക്കണം. നമ്മൾ നല്ല ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്ന് കുറച്ച് എന്താ പറയുക ഓവറായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. സൂക്ഷിക്കണം, സ്ലിപ്പാവും. എന്താ നമ്മുടെ തല പോലും കറങ്ങാനുള്ള സാധനം, ചെറിയൊരു കാറ്റ് മതി നമ്മളെ ഉന്തി താഴെ ഇടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. ഇതിന്റെ അറ്റത്തിലാണ് നിൽക്കുന്നത്, നേരെ താഴെ കൊക്ക. അയ്യോ, ഇത് ആക്ച്വലി കുറച്ച് താഴെ ആണ്, അതായത് അത്രയും വലിയ കൊക്കയല്ല. ഇവിടെ പോകുമ്പോഴാണ് നേരെ കുഴിയുള്ളത്. ഇപ്പം അങ്ങോട്ട് അടുത്ത് പോയി ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. സോ ഇവിടെ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അതാണ് ഞാൻ താഴോട്ട് ഇറങ്ങിയത്. ഇത്രേ ഉള്ളൂ. ഇതൊരു വാച്ച് ടവറാണ്, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. എടാ ഇതൊക്കെ കാണിക്കുന്നേ, ഞാനൊരു അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ പ്രശ്നമില്ല, ഇവിടെ കുഴിയല്ല, ഒരു പാറത്തട്ടാണുള്ളത്. സിമ്പിൾ.
ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ടവർ നിൽക്കുന്നില്ല, അങ്ങോട്ട് പോകാനാണ് പ്ലാന്. അവിടെ എന്തുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ. സോ ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒഴിവാക്കാം. അവിടെ ഒരു ടവറുണ്ട്, ഒരു മൊബൈൽ ടവറുണ്ട്. അടിപൊളിയല്ലേടാ ഫ്രെയിം, ലെഫ്റ്റും റൈറ്റ് പുല്ല്, നല്ല രസമുണ്ട്. സോ ഇത് വെള്ളം ഒഴുകി ഒഴുകി ഒരു പായ പോലെ ആയിരിക്കുകയാണ്. ഇവിടെ അറിയാതെ ഒരു കാല് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും സ്ലിപ്പായിട്ട് താഴെ പോകും. സോ മാക്സിമം ഈ ഒരു ഭാഗം അവോയ്ഡ് ചെയ്യുക. ഇപ്പം ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനാണ് സീന്. ഇറങ്ങിയോ? ആ കുരങ്ങിൻ്റെ ഒരു ബാലൻസിങ് എന്തായിരിക്കും ഇവിടെ. സത്യം പറഞ്ഞ് ഈ താഴോട്ട് നോക്കി ഇറങ്ങുന്നത് കുറച്ച് എന്താ പറയുക ഒരു പാനിക് പോലെ ഉണ്ടാക്കും. പെട്ടെന്ന് സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഇതിൻ്റെ ഒക്കെ എഡ്ജ് കണ്ടില്ല, ഇതൊക്കെ പായലാണ്. വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്ലോലി. സോ ഇത് പായലായതുകൊണ്ട് പെട്ടെന്ന് തെന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു താഴം വരെ ഇറങ്ങി അവിടം വരെ ചെന്ന് ആ ഒരു നിഴൽ കണ്ടില്ലേ, ഈ ഒരു പാറ, അതായത് ഈ ഒരു മല ഇങ്ങനെ നൽകുന്നുണ്ട്, ആ ഒരു നിഴൽ അവിടം വരെ ഉണ്ട്. സോ നമ്മൾ ആഫ്റ്റർനൂൺ ട്രക്ക് ചെയ്യുവാണെങ്കിൽ ആ വെയിലൊന്ന് അവോയ്ഡ് ചെയ്ത് കിട്ടും. സോ ആ ഒരു മിഡലിൽ കണ്ടില്ലേ, അത്ര ഒരു ഭാഗം നിഴലാണ്. സോ ഇഷ്ടംപോലെ കുരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാഗൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന കൂട്ടാണ് അതിൻ്റെ ഒരു. മുകളിലോട്ട് കയറാൻ നേരത്തെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവില്ല, പക്ഷെ മുകളിലോട്ട് കയറാൻ നേരത്ത് പെട്ടെന്ന് മടക്കും. പക്ഷെ താഴോട്ട് ഇറങ്ങാൻ നേരത്ത് ഇതാണ്, സ്ലോലിയേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇറങ്ങി പോകാമെന്നുള്ള വിചാരം ചിലപ്പം എന്തെങ്കിലും അപകടത്തിലോട്ടായിരിക്കും നമ്മളെ ചെന്നെത്തിപ്പിക്കുന്നത്. 10:30 കയറിയ ഞങ്ങൾ 4:10 തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഇവൻ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഇരിപ്പിടത്തിൽ വന്ന് ഇരുന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ താഴെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പരിചയപ്പെട്ട ചങ്ങായി അവിടെ ഇരിക്കുന്നു. നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തി. ആ ഒരു ഷെൽട്ടർ കണ്ടില്ലേ, അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ താഴെ റോഡ് കാണാം, എത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത കിടിലം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.